ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ. ഇതിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് ഈ എക്സസൈസിലെ ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit number is 11. The number got by interchanging the digits is 27 more than the original number. What is the number? The sum of the digits of a 2-digit number. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക. ഇപ്പോൾ എക്സ് എന്ന് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ, അക്കങ്ങളുടെ തുക 11 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ നമ്പർ. ആദ്യം പറഞ്ഞ് ഡിജിറ്റ്സിന്റെ സമ്മാണ്, ഇവിടെ നമ്മൾ അത് ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അത് നമ്മൾ എക്സും വൈയും ആണെങ്കിൽ എക്സ് വൈ എന്ന രൂപത്തിൽ എഴുതിയാൽ എക്സ് വൈ എന്നായിരിക്കും, അത് 10x + y എന്നായിരിക്കും പറയാം. വൈ എന്ന് എഴുതിയാൽ കിട്ടുന്ന ആ നമ്പർ ആദ്യത്തെ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ നമുക്ക് ഡിജിറ്റ്സിനെ ഡിജിറ്റ്സ് ആർ എക്സ് ആൻഡ് വൈ എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ എഴുതുമ്പോൾ എക്സ് വൈ എന്ന് എഴുതിയാലും നമ്പറിൻ്റെ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ അടക്കം എഴുതണം. എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ സപ്പോസ് അത് 23 ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ പറഞ്ഞാണ്. ആ 23 എന്ന് പറയുന്നത് നമ്മൾ 20 + 3 എന്നാണ് 23. 23 എന്ന് പറയുമ്പോൾ 20 + 3 ആണ് പറയുക. ഇത് യൂണിറ്റ് പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ്. അപ്പോൾ 3 × 1 അതുപോലെ 2 × 10 വേണം എഴുതാൻ. അപ്പോൾ നമ്മുടെ ഈ നമ്പർ എഴുതുമ്പോൾ എക്സ് വൈ എന്നല്ല, നമ്മുടെ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ഇവിടെ അതിൻ്റെ പ്ലേസ് വാല്യൂ അടക്കം എഴുതുമ്പോൾ ഇത് 10x + y എന്നായിരിക്കും. ഇനി ഇവിടെ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു, അതായത് ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ. ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 10ന്റെ സ്ഥാനത്തേക്ക് 10th പ്ലേസിലേക്ക് y വരുന്നു, ഒറ്റയുടെ സ്ഥാനത്തേക്ക് എക്സ് വരുന്നു. അപ്പോൾ അത് 10y + x എന്നായിട്ട് മാറും ആ നമ്പർ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അപ്പോൾ ആദ്യത്തെ നമ്പറിനേക്കാളും 27 കൂടുതലാണ് രണ്ടാമത്തെ നമ്പർ. അപ്പോൾ ഈ 10x + y + 27 ഈക്വൽ ടു 10y + x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിളിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ചിലപ്പോൾ മൈനസ് ആവും, അത് നമുക്ക് ലാസ്റ്റ് മാറ്റാം. ഇവിടെ 10x ഉണ്ട്, 10x ഇവിടെ ഒരു x ഉണ്ട്, അപ്പോൾ -x ആയി. പിന്നെ ഇവിടെ ഒരു y ഉണ്ട്, +y. ഈ 10y ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, -10y ഈക്വൽ ടു ഈ 27 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ -27. 10x നിന്ന് x പോയാൽ 9x y ഉണ്ട്, -10y ഉണ്ട്. അപ്പോൾ -9y ഈക്വൽ ടു -27 കിട്ടും. 9x - 9y ഈക്വൽ ടു -27 ആണ്. ഇവിടെ തന്നെ നമുക്ക് ഇക്വേഷൻ, ഇത് തന്നെ ഇക്വേഷൻ ആണ്, പക്ഷെ നമുക്ക് ഇക്വേഷനെ കുറച്ചുകൂടി ചെറുതാക്കാം. കാരണം ഇതെല്ലാം ഈ 3 നമ്പേഴ്സും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ ഈ ഇക്വേഷനെ ത്രൂ ആയിട്ട് നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ബൈ 9. ഇപ്പോൾ 9x-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, അതായത് x - y ഈക്വൽ ടു 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 9 27. അപ്പോൾ -3 എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. വേണേൽ ആദ്യത്തെ തന്നെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കായിരുന്നു. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ടാണ് ഇതിലേക്ക് വന്നത്. ഇനി ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഇതിൻ്റെ ഡിജിറ്റ്സ് കൂട്ടി കഴിഞ്ഞാൽ 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x + y ഈക്വൽ ടു 11 ആണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ x + y = 11, ഇതിനെ രണ്ടാമതാണ് എഴുതിയത്. പക്ഷേ എക്സാമിന് ചെയ്യുമ്പോൾ ഏറ്റവും സുരക്ഷിതം നമുക്ക് ആദ്യം തന്നെ x + y എന്ന് എഴുതി വെക്കാം. ഞാൻ ആദ്യം എഴുതിയിട്ടില്ല. അത് ആദ്യം എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ആദ്യം എഴുതി വെക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ ഇത് ചെയ്തു വരുമ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്നതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ അത് ആദ്യം എഴുതി വെക്കുന്നതാണ് സേഫ്. അത് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ രണ്ടാമതാണ് ഇക്വേഷൻ എഴുതിയത്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം എഴുതി വെക്കുവാണെങ്കിൽ ഒരു ഇക്വേഷൻ ആദ്യം കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഓർഡറിൽ എഴുതിയോണ്ട് തന്നെ ഞാൻ ഈ
എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു -3 എന്നുള്ളതിനാണ് ഇക്വേഷൻ. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു -3 എന്നുള്ള ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 എന്നാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എളുപ്പം ഒന്നുകിൽ ഇതിനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഞാനിപ്പോൾ ഇതിനെ കൂട്ടുന്നു, കാരണം ഇവിടെ മൈനസ് വൈയും പ്ലസ് വൈയും ആണ്. അപ്പം അത് ആഡ് ചെയ്താൽ വൈ എലിമിനേറ്റ് ആയി പൊക്കോളും. ഇനി അങ്ങനെ വേണ്ട, കുറയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചാൽ എക്സ് പൊക്കോളും. ഞാനിപ്പോൾ ഇക്വേഷൻ 1+2 ചെയ്യുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ അന്നേരം തോന്നുന്ന എളുപ്പവഴി അത് കൂട്ടുവാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുവാണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ പ്ലസ് മൈനസ് ആയതുകൊണ്ടാണ് ഞാൻ കൂട്ടിയത്. കാരണം ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കാരണം രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ് ഒരേപോലെയാണ്. ഇവിടുത്തെ എക്സിൻ്റെയും കോയിഫിഷ്യൻ്റ് ഒരേപോലെയാണ്, വൈയുടെയും ഗുണത്തരങ്ങൾ ഒരുപോലെയാണ്. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാം, ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സും കൂട്ടി 2x, വൈ പോയി. 2x ഈക്വൽ ടു -13 + 11 ആണ്. അപ്പോൾ 11 നിന്ന് 3 കുറയ്ക്കണം, 8 എന്ന് കിട്ടി. അപ്പോൾ therefore x ഈക്വൽ ടു 8/2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇവിടെയാണ്, ഇത് ഇക്വേഷൻ നമ്പർ 2, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 4 ആണ്, അതായത് 4 + y ഈക്വൽ ടു 11 ആണ്. അപ്പോൾ y ഈക്വൽ ടു 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 11 - 4. അപ്പോൾ y ഈക്വൽ ടു 7. ഇവിടെ x ഈക്വൽ ടു 4 എന്നും y ഈക്വൽ ടു 7 എന്നും കിട്ടി. ഇനി വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ആ നമ്പർ? അപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്ക് നമ്മുടെ നമ്പർ എക്സിനെ 10ന്റെ പ്ലേസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10x + y ആണ്. നമ്പർ ഈസ് ഈക്വൽ ടു 10x + y ഈക്വൽ ടു 10 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 4 പ്ലസ് വൈയുടെ വാല്യൂ 7. അപ്പോൾ ഈക്വൽ ടു 40 + 7 ഈക്വൽ ടു 47 ആണ് നമ്മുടെ നമ്പർ. ഇനി അതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് 74 എന്ന് കിട്ടും. അത് ചോദിച്ചിട്ടില്ല, എക്സും വൈയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ എഴുതുമ്പോൾ എപ്പോഴും ഈ 10x + y അല്ലെ 10y + x എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചിലരെങ്കിലും പെട്ടെന്ന് എക്സും വൈയും ഇല്ല, x, y അല്ലെ XY എന്ന് എഴുതി വെക്കും. XY ഈ നമ്പർ വരുമ്പോൾ, വേരിയബിൾ വരുമ്പോൾ XY എന്ന് എഴുതാൻ പാടില്ല. 47 ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ഉണ്ട് 47, 47, 40 + 7, 40 + 7. അപ്പോൾ ഈ ഒറ്റയുടെ സ്ഥാനത്ത് തന്നെ പ്ലേസ് വാല്യൂ സ്ഥാനവില അങ്ങോട്ട് കൊടുത്തിട്ട് വേണം. ഇവിടെ 1 ഇൻറ്റു ആ നമ്പർ മതി, പക്ഷെ ഇവിടെ 10 ഇൻറ്റു 10ൻ്റെ സ്ഥാനത്തെയാണ് അപ്പം 10 ഇൻറ്റു ആ ഡിജിറ്റ് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ നമ്പർ 47 നമുക്ക് കിട്ടി.